നമസ്കാരം. അമേരിക്കയുടെ തലപ്പത്ത് രണ്ടാം തവണയും എത്തിയതു മുതൽ ഡൊണാൾഡ് ട്രംപ് താരിഫുമായി രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്താൻ തുടങ്ങിയതാണ്. എന്നാൽ ട്രംപിന്റെ ഒരു വേലയും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞ് തക്ക മറുപടി പറഞ്ഞ ട്രംപിനെ മൂലക്കിരുത്താൻ കഴിഞ്ഞത് ഇന്ത്യക്ക് മാത്രമാണ്. തീരുവയുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, ഇനിയും ചെയ്യുമെന്ന ഭീഷണി ഉയർത്തുന്നതുമുണ്ട്. എന്നാൽ ആ ഭീഷണിയൊക്കെ ട്രംപിന്റെ കയ്യിലിരിക്കേ ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് തലയുയർത്തി പറഞ്ഞത് ഇന്ത്യയാണ്. ഇപ്പോ അതാണ് ഇന്ത്യയുടെ കരുത്ത് കണ്ട് മറ്റൊരു രാജ്യം കൂടി ട്രംപിന് നല്ല മറുപടി നൽകിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ബ്രസീലാണ്. അതായത് തന്റെ താരിഫ് വിഷയത്തിൽ വലിയ കാര്യത്തിൽ ബ്രസീലിനെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് ട്രംപ്. പക്ഷേ എന്ത് ചെയ്യാനാ, ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ പോയ ട്രംപ് ആകെ നാണം കെട്ടു എന്ന് തന്നെ പറയാം. താരിഫ് വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, എന്നാ പിന്നെ ട്രംപ് വിട്ടോ എന്നാണ് ബ്രസീൽ പറഞ്ഞു വെച്ചത്. അതായത് താരിഫ് വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള ട്രംപിന്റെ ക്ഷണം ബ്രസീൽ പ്രസിഡന്റ് ലുല നിരസിക്കുകയായിരുന്നു. ബ്രസീലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ലുല വ്യക്തമാക്കി. താരിഫ് വിഷയത്തിൽ ചർച്ച നടത്താൻ എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്നായിരുന്നു US പ്രസിഡന്റ് ട്രംപിന്റെ വാഗ്ദാനം. ബ്രസീൽ നിരസിച്ചതും ഈ വാഗ്ദാനം തന്നെയാണ്. ട്രംപിനെ വിളിക്കുന്നതിന് പകരം ബ്രസീലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലോക വ്യാപാര സംഘടന ഉൾപ്പെടെ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നാണ് ലുല വ്യക്തമാക്കിയത്. 2022 തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അട്ടിമറിക്ക് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ വിചാരണ നേരിടുന്ന മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെ നടക്കുന്നത് വേട്ടയാണെന്നും ട്രംപ് ആരോപിച്ചു. ഇതിന് പ്രതികാരം എന്നോണമാണ് അമേരിക്ക ബ്രസീലിന് മേൽ 50% താരിഫ് ചുമത്തിയത്. ഇതോടെ അമേരിക്കയും ബ്രസീലും തമ്മിലുള്ള ബന്ധം വഷളായി. താരിഫ് ഏർപ്പെടുത്തിയ ദിവസത്തെ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ഖേദകരമായ സമയമെന്നാണ് ലുല വിശേഷിപ്പിച്ചത്. അമേരിക്കൻ ഭരണമാറ്റത്തിന് മുൻപ് തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുവാനും ആഭ്യന്തര കമ്പനികൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും തന്റെ സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും ബ്രസീലിയയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കെ ലുല വ്യക്തമാക്കി. താരിഫുകൾ ചർച്ച ചെയ്യാൻ താൻ ട്രംപിനെ വിളിക്കില്ലെന്നും കാരണം US പ്രസിഡന്റിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുമാണ് ലുല പറഞ്ഞു വെച്ചത്. അതേസമയം താൻ ഷീ ജിൻപിങ്ങിനെ വിളിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിളിക്കും. തനിക്ക് പുടിനെ വിളിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ല. പക്ഷേ മറ്റു പല പ്രസിഡന്റന്മാരെയും വിളിക്കുമെന്നും ലുല വ്യക്തമാക്കി. US ഡോളറിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നാണ് അമേരിക്കയുടെ ആരോപണം. ബ്രിക്സ് നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി വന്നിരുന്നത്. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അതേസമയം വഷളായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾക്കിടയിലും നവംബർ പാരായിലെ ബെലേമയിൽ നടക്കുന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP30 ട്രംപിനെ ക്ഷണിക്കുമെന്നും ലുല പറയുന്നുണ്ട്. അമേരിക്കയുമായി താരിഫ് വിഷയത്തിൽ ചർച്ചകൾക്ക് ബ്രസീൽ തയ്യാറാണ്. പക്ഷേ ചർച്ചകൾ തുല്യ നിലയിലും പരസ്പര ബഹുമാനത്തോടെയും ആയിരിക്കണമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച